ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രവാസി വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെത്തി ഡയമണ്ട് മണിയെ SIT ചോദ്യം ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡി മണി 24 നടത്തിയൊരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് തിരികെ വരാം. என்னோட நம்பர் யாரும் மிஸ்யூஸ் பண்ணிருக்காங்க, அவ்வளவுதான். அதை வச்சு என்ன என்கொயரி பண்ணாங்க. வேற எந்த தொந்தரவும் அவங்க யாரும் பண்ணல. சரி, என்னோட நம்பர் வந்து இன்னொருத்தர் பேர்ல இருக்கு. அவரு யார்கிட்ட பேசியிருக்காரு. அந்த நம்பர் வேணும்னா வந்துட்டு பண்றாங்க. மற்றபடி அவங்க எந்த டிஸ்டர்பன்ஸும் என்ன பண்ணல. அவங்க என் நம்பர் வந்து அவங்க இன்னொருத்தர் பேர்ல என் நம்பர் இருக்கு. அவரு என்ன பண்ணிருக்காரு, அவரு ஏதோ பண்ணிருக்காரு. என் நம்பர் அவங்க பேர்ல இருக்கனால அவங்க யாருன்னு கேட்கறாங்க. வேற ஒன்றும் கிடையாது. அது எதுவும் ராங் மெசேஜ் எல்லாம் போட வேண்டாம், எதுவுமே கிடையாது. நான் வெளியே வந்து நான் சொல்றேன். ஓகேவா? മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി തുടരുകയാണ്. മനീഷ്, ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ പോലീസ് വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഡയമണ്ട് മണിയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര ക്ലിയർ അല്ല. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്, ഇറിഡിയം തട്ടിപ്പ് കേസുകളുണ്ട്, ഇത്തരത്തിൽ സ്മഗ്ലിംഗ് കേസുകളുണ്ട്. അതനുസരിച്ചാണെങ്കിൽ അത്ര നിഷ്കളങ്കമായി പണം ഉണ്ടാക്കുന്ന ഒരാളല്ല ഡയമണ്ട് മണി. അതുകൊണ്ട് തന്നെ ഒരു നമ്പർ മിസ്യൂസ് ചെയ്തതിന്റെ പേരിൽ കേരളത്തിൽ നിന്ന് SIT സംഘത്തിന് അവിടെ ദിണ്ടിഗലിലെത്തി ഈ പറയുന്ന മണിയെ ചോദ്യം ചെയ്യേണ്ടി വരില്ല. അപ്പോൾ കാര്യമായ ഒരുപാട് ലീഡുകൾ SITക്ക് മുമ്പിലുണ്ട്. ഈ ഡി മണിയെക്കുറിച്ച്, ഡി മണിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച്, വെയർഅബൌട്ട്സിനെ കുറിച്ച് അവിടെയുള്ളവർക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? സുഹൈൽ, നമ്മൾ അന്വേഷിച്ച സമയത്ത് ഈ പറഞ്ഞ ദിണ്ടിഗലിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ അവിടെ ഫിനാൻസ് നടത്തുന്ന ആളാണ്, ഒരു ഫിനാൻഷ്യൽ സർവീസ് നടത്തുന്ന ഒരാളാണ്. മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളുണ്ട്. വിരുദനഗറിൽ ഡയമണ്ട് കച്ചവടമുണ്ട്. ഡയമണ്ടുമായി ബന്ധപ്പെട്ടുള്ള വജ്ര വ്യാപാരിയാണ്. ചെന്നൈയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസും ഒക്കെയുള്ള അത്തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി കച്ചവടങ്ങൾ അല്ലെങ്കിൽ നിരവധി ബിസിനസ്സുകൾ ഇയാളുടെ പേരിലുണ്ട്, ഇയാൾ നടത്തുന്നുണ്ട്, ഡി മണി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഇതിലൊരു ഇല്ലീഗലി എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും നമുക്ക് പറയാൻ കഴിയില്ല. ഈ വിഗ്രഹക്കടത്ത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിദേശത്തേക്ക് വിഗ്രഹങ്ങൾ അയക്കുന്ന ആ ഒരു രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ഇല്ലീഗലാണോ അല്ലെങ്കിൽ അത് ഇല്ലീഗലാണോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ നമുക്ക് നിലവിൽ എന്തായാലും വ്യക്തതയില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളിലായി ഡി മണിക്ക് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം. അത് ചെന്നൈയിലും വിരുദനഗറിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ദിണ്ടിഗലിലും എല്ലാം തന്നെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഓഫീസുകളിലും വീടുകളിലുമെല്ലാം ഈ ഡി മണിയുമായി ബന്ധപ്പെട്ട വീടുകളിലുമൊക്കെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നും കൃത്യമായ വിവരങ്ങൾ എന്തായാലും SITക്ക് ലഭിച്ചിട്ടുണ്ട്, ലീഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഇത്രയധികം സമയം ഡി മണിയെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ഫോണുമായി ബന്ധപ്പെട്ട് താൻ ഉപയോഗിക്കുന്ന ഫോൺ മറ്റൊരാളുടെ പേരിലുള്ളതാണ്. ആ പേരിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നതെന്നും ആരാണ് ആ വ്യക്തി, അതായത് ഈ ഫോൺ നമ്പറിന്റെ യഥാർത്ഥ പേരിലുള്ള ആൾ ആരാണ്, ഈ കാര്യങ്ങൾ മാത്രമാണ് തന്നോട് SIT ചോദിച്ചത് എന്നാണ്. ഈ കഴിഞ്ഞ 2-3 മണിക്കൂറുകളായി ഈ ഒരു കാര്യം മാത്രമാണ് ഡി മണിയോട് SIT ചോദിച്ചിട്ടുള്ളതെന്നാണ് എന്തായാലും ഡി മണി അല്പസമയം മുമ്പ് 24നോട് പറഞ്ഞത്. എന്തായാലും അത് അത്രത്തോളം വിശ്വാസയോഗ്യമാണോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. എങ്കിൽ പോലും അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം, പോലീസ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാമെന്നും ഡി മണി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ആ ഒരു കാര്യമുണ്ടാകും. അല്ലെങ്കിൽ പോലീസ് മറ്റ് നടപടികളിലേക്കൊന്നും കടന്നില്ലെങ്കിൽ, കസ്റ്റഡിയോ അല്ലെങ്കിൽ അറസ്റ്റോ ആ നടപടിയിലേക്കൊന്നും കടന്നില്ലെങ്കിൽ എന്തായാലും ഡി മണി മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അല്ലെങ്കിൽ 2-3 ദിവസങ്ങളിലായി ചെന്നൈയിലും വിരുദനഗറിലും അതുപോലെ തന്നെ ദിണ്ടിഗലിലും ഒക്കെ പോലീസ് കൃത്യമായി SIT കൃത്യമായി തന്നെ ഈ അന്വേഷണം നടത്തുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നും കൃത്യമായ അർത്ഥത്തിലുള്ള വിവരങ്ങൾ എന്തായാലും, രേഖകൾ എന്തായാലും ഈ പറഞ്ഞ SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡി മണിയുടെ സുഹൃത്തായ ശ്രീകൃഷ്ണനെ ഇന്നലെയും ഇന്നുമായി ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടും അതുപോലെ ഇന്ന് രാവിലെയുമായി ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഡി മണിയെ ചോദ്യം ചെയ്ത് വരികയാണ്. ഡി മണി തരുന്ന പ്രതികരണം അനുസരിച്ചാണെങ്കിൽ തന്റെ ഫോൺ നമ്പർ ഒരാൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നും ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണെന്നാണ് ഡി മണിയുടെ പ്രതികരണം. എന്തായാലും ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു പ്രവാസി വ്യവസായി ഒരു മൊഴി നൽകുന്നു. ഈ മൊഴി കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. ഡി മണിക്ക് ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഡീലിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡി മണിക്ക് ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ആന്റിക് ബിസിനസ്സും ഡീലിംഗ്സും ഒക്കെ ഉള്ളതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതനുസരിച്ച് ഈ ആന്റിക് ഡീലിംഗ്സുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഡി മണിയിലേക്ക് ഒരു ലിങ്ക് വരുമോ, ലീഡ് ഉണ്ടാകുമോ അടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ പ്രധാനമായും പരിശോധിക്കുന്നത്. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകി പോന്നിരുന്നത്. മനീഷ്, ഇതനുസരിച്ചാണെങ്കിൽ എന്തായാലും ഈ വാർത്തകളിലേക്ക് തന്നെ തിരികെ വരാം. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഡി മണിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഡി മണിയുടെ സുഹൃത്ത് അല്ലെങ്കിൽ അനുയായി അല്ലെങ്കിൽ കൂട്ടാളി എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണനെയും സമാന്തരമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് കൂടുതൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.